നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാവർട്ടിയിൽ മാതാവിനെ മകൻ വെട്ടിക്കൊന്നു. തരകൻ വീട്ടിൽ ഡോളി ചെറിയാനാണ് മകന്റെ വെട്ടേറ്റു മരിച്ചത്. 71 വയസ്സാണ്. ദാരുണ സംഭവം പാവർട്ടി കുണ്ടുവക്കടവ് റോഡിൽ. പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ളയാളെന്ന് പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓണക്കാലത്ത് പരിശോധന ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുകാൻ അനുവദിക്കില്ലെന്നും തൂഫാനിൽ കള്ളക്കളി കളിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി. കാത്തിരിപ്പിനൊടുവിൽ ഓണക്കാലത്തിന്റെ കാഹളം മുതി ചിങ്ങം 1. പ്രകൃതിയും മലയാളി മനസ്സും ഒരുപോലെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഓണാഘോഷങ്ങളിലേക്ക് നാട്. പുതുപ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഒരു പുതുവർഷത്തിന് തുടക്കമാകുമ്പോൾ ആവേശത്തോടെ മലയാളക്കര. പന്നിത്തടത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാറേമ്പാടം സ്വദേശി 25 വയസ്സുള്ള അദ്ദിനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തയിലേക്ക്. പാവർട്ടിയിൽ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു. പാവർട്ടി കുണ്ടുവക്കടവ് റോഡിലാണ് ദാരുണ സംഭവം നടന്നത്. തരകൻ വീട്ടിൽ ഡോളി ചെറിയാനാണ് മകന്റെ വെട്ടേറ്റു മരിച്ചത്. 71 വയസ്സാണ്. തലയ്ക്ക് ഗുരുതരമായി വെട്ടേറ്റ ഡോളിയെ ആദ്യം പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ ഡോളിയുടെ മകൻ ബെൻഹറിനെ പാവർട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാതാവിനെ തലയിൽ വെട്ടിയ ശേഷം ഇയാൾ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അല്പം മാനസിക പ്രശ്നങ്ങളുള്ളയാളാണ് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പാവർട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓണക്കാലത്ത് പരിശോധന ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുകാൻ അനുവദിക്കില്ല. തൂഫാനിൽ രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാൻ എല്ലാവരും ചേർന്ന് തൂഫാൻ വിജയിപ്പിക്കുകയാണ് വേണ്ടത്. തൂഫാനിൽ കള്ളക്കളി കളിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. 75 ദിവസം പിന്നിടുന്ന ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമാണെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ SIമാരെ SHOമാരാക്കിയുള്ള പോസ്റ്റിംഗ് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലർക്കെതിരെ ശവമഞ്ചം ഒരുക്കിയത് പ്രാകൃത നടപടിയാണ്. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ശക്തമായ നടപടി സ്വീകരിക്കും. അതിന് പോലീസിന് എല്ലാ തലങ്ങളിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓണക്കാലത്ത് ലഹരി ഒഴുക്കുന്നവര്, സ്പിരിറ്റ് ഒഴുക്കുന്നവര്, അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും. ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഓണക്കാലത്ത് മദ്യം ഒഴുക്കാനല്ലോ വേണ്ടത്, അല്ലെങ്കിൽ ഓണക്കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാനല്ലോ വേണ്ടത്. അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. പോലീസും എക്സൈസും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒരുമിച്ച് ഈ കാര്യത്തിൽ ഈ തൂഫാന്റെ ഭാഗമായിട്ട് കേസുകളുടെ ഒരു വർധനവ് അതെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? കേസുകളുടെ വർധനവ് വളരെ ഉണ്ട്. കാരണം പോലീസ് വളരെ ആക്റ്റീവാണ്. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് കള്ളക്കളി കളിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അത് ശക്തമായി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കുന്നതാണ്. ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാവക്കാട് കോടതിയുടെ മുഖം മാറുന്നു. ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര ചൊവ്വാഴ്ച വൈകിട്ട് 6:30 നവീകരിച്ച കോടതി നാടിന് സമർപ്പിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ സിവിൽ അധികാരപരിധിയും ക്രിമിനൽ അധികാരപരിധിയുമുള്ള കോടതിയായ ചാവക്കാട് കോടതിക്ക് 1.5 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ചെറിയ കെട്ടിടങ്ങൾ മാത്രമായതിനാൽ ആവശ്യത്തിന് സ്ഥലമില്ലാതെ വീർപ്പുമുട്ടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതിക്ക് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് NK അക്ബർ MLAയുടെ നേതൃത്വത്തിൽ പരിശ്രമം ആരംഭിച്ചത്. തടസ്സങ്ങളെല്ലാം അതിജീവിച്ചാണ് 38 കോടി രൂപയുടെ പുതിയ 5 നില കെട്ടിടം യാഥാർത്ഥ്യമായത്. 5 നിലകളിലായി 50,084 ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗിനാണ് നിർമ്മാണ ചുമതല. ഗ്രൗണ്ട് ഫ്ലോറിൽ
JFCM കോടതി, 2ാം നിലയിൽ പോക്സോ കോടതി, 3ാം നിലയിൽ മുൻസിഫ് കോടതി, 4ാം നിലയിൽ സബ് കോടതി, 5ാം നിലയിൽ JFCM കോടതി എന്നിങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കൂടാതെ ബാർ അസോസിയേഷൻ ഹാൾ, ക്ലർക്ക് അസോസിയേഷൻ ഹാൾ എന്നിവയും ഓരോ നിലയിലും ടോയ്ലറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25.16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോടതിക്ക് ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 25.85 ലക്ഷം രൂപ കോടതിക്കാവശ്യമായ ഫർണിച്ചർ വാങ്ങുന്നതിനും തുക അനുവദിച്ചിട്ടുണ്ട്. 6 പോലീസ് സ്റ്റേഷനുകളും 3 റേഞ്ചുകളും 2 സർക്കിൾ പരിധിയുമുള്ള എക്സൈസ് സ്റ്റേഷനുകളുടെയും 2 ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെയും അധികാരപരിധി ചാവക്കാട് കോടതിയിലാണ്. ഒരു വർഷം 10,000-ത്തിലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. കൂടാതെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം 10,000-ത്തിലധികവുമാണ്. 41 വില്ലേജുകളുടെ അധികാരപരിധിയുള്ള കേരളത്തിലെ ഏക സിവിൽ കോടതി ചാവക്കാടാണ്. മാത്രവുമല്ല, ചാവക്കാട് ക്രിമിനൽ സിവിൽ കോടതികളുടെ അധികാരപരിധിയിൽ ഉദ്ദേശം 60 കിലോമീറ്റർ ജനസാന്ദ്രത കൂടിയ തീരദേശ മേഖല കൂടി ഉൾപ്പെടുന്നതും ഗുരുവായൂർ, മണലൂർ, നാട്ടിക നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ MLA NK അക്ബർ, പോക്സോ ജഡ്ജ് സുരേഷ് കുമാർ, സബ് ജഡ്ജ് ലക്ഷ്മി S, മജിസ്ട്രേറ്റ് ശാരിക സത്യൻ, ചാവക്കാട് മുൻസിഫ് J അരവിന്ദ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ജനപ്രതിനിധികൾ, ബാർ അസോസിയേഷൻ ഭാരവാഹികൾ, അഡ്വക്കേറ്റുമാർ, കോടതി ജീവനക്കാർ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്ര, വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. പന്നിത്തടത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാറയമ്പാടം സ്വദേശി 25 വയസ്സുള്ള ആദിനാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ പാഴിയോട്ടുമുറി സ്വദേശി നന്ദകുമാർ, ബൈക്ക് യാത്രക്കാരനായ പെരുമ്പിലാവ് സ്വദേശി കിഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വന്ന് പന്നിത്തടത്തെ പെട്രോൾ പമ്പിലേക്ക് തിരിയുകയായിരുന്ന സ്കൂട്ടറിൽ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വന്ന ഹിമാലയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ 3 പേർക്കും പരിക്കേറ്റു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അതിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഇല്ലനിറ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടക്കുക. ഇല്ലംനിറയ്ക്കാവശ്യമായ കതിർക്കറ്റകൾ പാരമ്പര്യാവകാശികൾ ക്ഷേത്രനടയിലെത്തിച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഏറ്റുവാങ്ങി. ചൊവ്വാഴ്ച രാവിലെ കിഴക്കേ ഗോപുരത്തിനു മുന്നിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിനു മുകളിൽ അവകാശികൾ കതിർക്കറ്റകൾ സമർപ്പിക്കും. തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തിയ കതിർക്കറ്റകൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ ശിരസിലേറ്റി പ്രദക്ഷിണം ചെയ്ത് നമസ്കാര മണ്ഡപത്തിൽ സമർപ്പിക്കും. മേൽശാന്തി ലക്ഷ്മി പൂജ നടത്തിയ ശേഷം ഒരു കെട്ട് കതിർ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കും. തുടർന്ന് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും നിറ നടത്തുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഇല്ലംനിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ഓഗസ്റ്റ് 30 നടക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ ഉണ്ടാവുക. പുതുനെല്ല് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഭഗവാന് നിവേദിക്കുന്ന ചടങ്ങാണിത്. ഇതിനായി 1200 ലിറ്റർ പുത്തരി പായസമാണ് തയ്യാറാക്കുന്നത്. പായസം കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നതിനായി 2200 എണ്ണം കദളിപ്പഴവും 22 കിലോ നെയ്യും ഉപയോഗിക്കും. കടവല്ലൂർ കല്ലുംപുറത്ത് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കോട്ടയ്ക്കൽ എടരിക്കോട് സ്വദേശി 34 വയസ്സുള്ള സാബിറിനാണ് പരിക്കേറ്റത്. ഇയാളെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. കല്ലുംപുറം ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം നടന്നത്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇനി ഓണവിശേഷം. ചിങ്ങമെത്തി. പുതിയ പ്രതീക്ഷകളുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് മലയാളിക്ക് ചിങ്ങമാസം. സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പിൽ ചാഞ്ചാടുമ്പോൾ കർഷകരും പുതിയ സ്വപ്നങ്ങൾ കൊയ്യുന്ന കാലം. എങ്ങും പച്ചപ്പിന്റെ സമൃദ്ധികാലം. വർണ്ണപ്പകിട്ടാർന്ന പൂക്കളും ഓണത്തുമ്പിയുടെ വരവും ഓണപ്പാട്ടുമായി മലയാളികൾക്കിത് ഓണക്കാലമാണ്. ഓണത്തിന്റെ ചിട്ടവട്ടം ഒരുക്കാനുള്ള തിരക്കിലായിരിക്കും ഇനി കേരളക്കര. എന്നും മുറ്റത്തെ കളത്തിൽ വിരിയുന്ന പൂക്കളം, കൊയ്ത്തുപാട്ടിന്റെയും ഓണപ്പാട്ടിന്റെയും സംഗീതസാന്ദ്രമായ അന്തരീക്ഷം, ഓണക്കോടിയും ഓണവിഭവങ്ങളും ഒരുക്കാനുള്ള തിരക്ക്. ഒത്തൊരുമയുടെ ആഘോഷമായ പൊന്നിൻ ചിങ്ങക്കാലം മലയാളികൾ എന്നും കളറാക്കും. ഓണവിപണിയും സജീവമായി കഴിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും വലിയ തിരക്കാണ്.
ഇതിനെല്ലാം പുറമെ ഇന്ന് ഓണാഘോഷങ്ങളും തകൃതിയാണ്. സ്ഥാപനങ്ങൾ, സംഘടനകൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയെല്ലാം കേന്ദ്രീകരിച്ച് ഓണാഘോഷങ്ങളും കളറാകും. കർഷകർക്കും പ്രതീക്ഷയുടെ ദിനമാണ്. കഷ്ടപ്പാടിന്റെ സമൃദ്ധമായ വിളവ് കൊയ്യുന്ന കാലം. ജീവിതവും സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ള പ്രതീക്ഷയുടെ ദിനങ്ങൾ. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കാണാൻ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി ബിന്ദു കൃഷ്ണ എന്നിവർ ദർശനം നടത്തി. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. കർക്കിടകത്തിന്റെ 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക് ആരംഭിച്ചു. 77 വിവാഹങ്ങളാണ് ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. ഈ മാസം 23-നും 30-നും റെക്കോർഡ് വിവാഹ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. കുന്നംകുളത്ത് 3 തലമുറകളുടെ നേന്ത്രപ്പഴ പാരമ്പര്യവുമായി 55 വർഷത്തിന്റെ നിറവിൽ പഴുന്നാൻ മാത്യൂസ്. ചിങ്ങം പിറന്നതോടെ ഓണവിപണിയിലും നേന്ത്രക്കുലകളുടെ സാന്നിധ്യമേറി. താഴത്തെപ്പാറയിലെ നൂറ്റാണ്ടു പിന്നിട്ട പഴുന്നാൻ കുടുംബത്തിന്റെ നേന്ത്രവാഴ കച്ചവടത്തിനും ഓണക്കാലം വീണ്ടും തിരക്കേറിയ ദിനങ്ങളാവുകയാണ്. 69-കാരനായ പഴുന്നാൻ മാത്യൂസ് 55 വർഷമായി തുടരുന്ന നേന്ത്രപ്പഴ കച്ചവടത്തിന് പിന്നിൽ 3 തലമുറകളുടെ പാരമ്പര്യവും അധ്വാനവുമാണ് കച്ചവടത്തെ വേറിട്ടതാക്കുന്നത്. അപ്പാപ്പൻ വറീദ് ആരംഭിച്ച കച്ചവടം മകൻ കുര്യനിലൂടെ മാത്യൂസിലേക്ക് എത്തുകയായിരുന്നു. വലിയങ്ങാടിയിൽ കച്ചവടം നടത്തിയിരുന്ന വറീദിനു ശേഷം പിതാവ് കുര്യൻ കച്ചവടം ഏറ്റെടുത്ത് താഴത്തെ പാറയിലേക്ക് മാറ്റി. 14-ാം വയസ്സിൽ പിതാവ് കുര്യനൊപ്പം കച്ചവടത്തിനെത്തിയ മാത്യൂസ് പിന്നീട് അതുതന്നെ ജീവിതമാർഗമാക്കി. കടയ്ക്കു മുന്നിൽ നേന്ത്രക്കുലകൾ നിരന്നു തുടങ്ങുമ്പോൾ പഴയ ഓണക്കാലങ്ങളുടെ ഓർമ്മകളും മാത്യൂസിന്റെ മനസ്സിലെത്തും. പിതാവിന്റെ കാലത്തെ കച്ചവട രീതികളും ഉപഭോക്താക്കളുമായുള്ള ബന്ധവും അന്നത്തെ ഓണക്കാല തിരക്കുമെല്ലാം ഇന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കച്ചവടത്തിൽ മാറ്റങ്ങൾ വന്നെങ്കിലും കർഷകനോടും ഉപഭോക്താവിനോടുമുള്ള വിശ്വാസത്തിന്റെ ബന്ധം മാത്യൂസ് കാത്തുസൂക്ഷിച്ചു. ഓണം അടുക്കുമ്പോൾ വർഷങ്ങളായി കടയിൽ നിന്നും നേന്ത്രപ്പഴം വാങ്ങുന്ന പഴയ ഉപഭോക്താക്കളിൽ പലരും വഴിദൂരങ്ങളിൽ നിന്നുപോലും മാത്യൂസിന്റെ കട തേടിയെത്തുക പതിവാണ്. വിലയേക്കാൾ വലുതാണ് കച്ചവടത്തിലെ വിശ്വാസ ബന്ധമെന്നാണ് മാത്യൂസ് പറയുന്നത്. ഓണത്തിന്റെ തിരക്കിപ്പോഴായി ഇപ്പൊ തുടങ്ങി കൊണ്ടുകൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ, മക്കൾക്ക് കൊണ്ടുകൊടുക്കാനൊക്കെ പ്രസന്റേഷൻ കൊടുക്കേണ്ട ആൾക്കാർ തിരക്കപ്പോ. ഓണക്കാലത്ത് പ്രധാനമായും ചെങ്ങാലിക്കോടൻ ഉൾപ്പെടെയുള്ള നാടൻ നേന്ത്രപ്പഴത്തിനാണ് ആവശ്യക്കാർ ഏറുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേന്ത്രപ്പഴവും വിപണിയിലുണ്ടെങ്കിലും വീടുകളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും കാഴ്ചക്കുലകളായും മറ്റുമായി കൂടുതലായി ആളുകൾ കൊണ്ടുപോകുന്നത് നാടൻ നേന്ത്രക്കുലകളാണ്. മഴക്കെടുതിയിൽ വാഴക്കർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങൾ വരും ദിവസങ്ങളിൽ വിപണിയിലേക്കുള്ള നാടൻ നേന്ത്രക്കുലകളുടെ വരവിനെയും ബാധിച്ചേക്കും. അത്തത്തിന്റെ പൂവിളിക്കൊപ്പം നേന്ത്രക്കുലകൾ നിരത്തുന്ന മാത്യൂസിന് ഇത് വെറുമൊരു കച്ചവടക്കാലമല്ല. വറീദിൽ തുടങ്ങി കുര്യനിലൂടെ മാത്യൂസിലേക്കെത്തിയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇത്. മാത്യൂസിന്റെ മകൻ ടോബിനും ഇപ്പോൾ കച്ചവടത്തിലൊപ്പമുണ്ട്. 3 തലമുറകളുടെ അധ്വാനവും വിശ്വാസവും 4ാം തലമുറയിലേക്ക് പകർന്നിട്ടുണ്ട്. കുന്നംകുളത്തിന്റെ ഓണവിപണിയിൽ നേന്ത്രക്കുലകൾ മാറി മാറി വരുമ്പോഴും കുടുംബത്തിന്റെ കച്ചവട ബന്ധം പതിറ്റാണ്ടുകൾ പിന്നിട്ട് വിശ്വസ്തയോടെ ഇന്നും തുടരുകയാണ്. ഗുരുവായൂരിന് ഉത്സവഛായ പകർന്ന ചിങ്ങമഹോത്സവം. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ടുകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ചിങ്ങപ്പിറവി ദിനത്തിൽ ചിങ്ങമഹോത്സവം സംഘടിപ്പിച്ചത്. മഞ്ജുളാലിന് മുന്നിൽ 251 വാദ്യപ്രതിഭകൾ അണിനിരന്ന മഞ്ജുളാൽ തറ മേളത്തോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന മേളത്തിന്റെ താളത്തിൽ മഞ്ജുളാൽ പരിസരം ആവേശഭരിതമായി. ചലിക്കുന്ന ആനപ്രതിമ ഉത്സവഛായയേകി. വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശ് മേളത്തിന് പ്രമാണം വഹിച്ചു. ഇലത്താളവാദ്യരംഗത്തെ പ്രമുഖനായ പാഞ്ഞാൾ വേലുകുട്ടിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സ്വാമി സന്മയാനന്ദ സരസ്വതിയാണ് സമ്മാനിച്ചത്. തുടർന്ന് പെരിങ്ങോട് ചന്ദ്രന്റെ സാരഥ്യത്തിൽ പഞ്ചവാദ്യം, പട്ടുകുടകൾ, താലപ്പൊലി, ദേവരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങി. രാജാവ് കൃഷ്ണമണിഞ്ഞവരും ഉറിയടിയും ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമായി. ഘോഷയാത്ര കിഴക്കേ നടയിലെത്തിയപ്പോൾ ദീപസ്തംഭത്തിന് മുന്നിൽ 501 ഐശ്വര്യവിളക്ക് സമർപ്പിച്ചു. മൗനയോഗി സ്വാമി എ ഹരിനാരായണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അനിൽ കല്ലാറ്റ്, GK പ്രകാശൻ, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. അത്തം പിറന്നതോടെ വീട്ടുമുറ്റങ്ങൾക്ക് ചാരുതയേകുകയാണ് വർണ്ണപ്പൂക്കളങ്ങൾ. പൂക്കളം ഒരുക്കാൻ വിപണിയും സജീവമായി കഴിഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പൂക്കൾ തന്നെയാണ് ഇത്തവണയും പൂവിപണി കീഴടക്കുന്നത്.
വിവിധ വർണ്ണങ്ങളിലുള്ള ജമന്തി പൂക്കൾക്കാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. പ്രധാനമായും ബാംഗ്ലൂർ, ചിക്കബെല്ലാപൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ വിപണിയിൽ എത്തിക്കുന്നത്. ചെണ്ടുമല്ലി ഗുണ്ടൽപേട്ടിൽ നിന്നും, അരളിപ്പൂക്കൾ തമിഴ്നാട്ടിലെ സേലത്തു നിന്നുമാണ് കൊണ്ടുവരുന്നത്. ജമന്തി, അരളി എന്നിവയ്ക്ക് കിലോ 600 രൂപയാണ് വില. വാടാർമല്ലിക്കും മഞ്ഞ ചെണ്ടുമല്ലിക്കും കിലോ 300 രൂപയും ചുവപ്പ് ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് 250 രൂപയുമാണ് വില വരുന്നത്. പൂക്കളത്തിന് മാറ്റേകാൻ ആവശ്യക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത് ചെണ്ടുമല്ലിയും വാടാർമല്ലിയുമാണെന്ന് കഴിഞ്ഞ 5 വർഷമായി പുന്നൂർക്കുളം ആൽത്തറയിൽ പൂക്കച്ചവടം നടത്തുന്ന വട്ടംകുളം സ്വദേശികൾ പറയുന്നു. ആവശ്യക്കാർക്ക് എല്ലാത്തരം പൂക്കളും ഇടകലർത്തി 100 രൂപ മുതൽ കിറ്റുകളായും നൽകുന്നുണ്ട്. ചിത്തിരനാളിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. കയ്യിൽ താമരപ്പൂവുമായി ഇരിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ മനോഹര രൂപമാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ച് പൂക്കളത്തിൽ തീർത്തത്. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർ പൂക്കളത്തിൽ വിരിഞ്ഞ ഉണ്ണിക്കണ്ണനെ കൗതുകത്തോടെയും ഭക്തിയോടെയും നോക്കിക്കണ്ടു. ഉണ്ണിക്കണ്ണന്റെ രൂപത്തിന് മുന്നിൽ തൊഴുത് കാണിക്ക അർപ്പിക്കുകയും ചെയ്തു. പൂക്കളത്തിന്റെയും പശ്ചാത്തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും ദൃശ്യം ഭക്തർക്ക് ആകർഷകമായി. ഉണ്ണിക്കണ്ണന്റെ പൂക്കളത്തിനൊപ്പം ചിത്രങ്ങളും സെൽഫികളും പകർത്താൻ ഭക്തർ മത്സരമായി. ചിങ്ങപ്പുലരിയിലെ ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ ചെണ്ടുമല്ലി കൃഷിയുമായി ചാവക്കാട്ടെ മികച്ച യുവ കർഷകർ. മണത്തല ബേബി റോഡ് പൊന്നരാശ്ശേരി ബിജേഷ്, പാലയൂർ പൊന്നരാശ്ശേരി നിമൽ എന്നിവരാണ് മേഖലയിലെ 2 ഇടങ്ങളിലായി പൂക്കൃഷി ഇറക്കി മാതൃകയാകുന്നത്. നിമൽ മടേക്കടവ് മേലേപ്പുരയ്ക്കൽ വീട്ടുപറമ്പിലും ബിജേഷ് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്തുമാണ് കൃഷി ചെയ്യുന്നത്. കേറ്ററിംഗ് തൊഴിലാളിയായ നിമൽ കഴിഞ്ഞ 6 വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ്. കുക്കുംബർ ഉൾപ്പെടെയുള്ള വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന നിമലിനെ തേടി ഇതിനകം 2 തവണ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരമെത്തി. ഇത്തവണത്തെ സംസ്ഥാന യുവ കർഷക അവാർഡിനുള്ള പരിഗണനാ പട്ടികയിലും നിമൽ ഇടം പിടിച്ചിരുന്നു. ചെറുപ്പം മുതലേയുള്ള കൃഷിയോടുള്ള തീവ്രമായ താല്പര്യമാണ് തന്നെ ഈ രംഗത്ത് നിലനിർത്തുന്നതെന്ന് നിമൽ പറയുന്നു. നമ്മളിപ്പോൾ കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തോളം ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യണത് ഒരു 3 വർഷമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു വളമൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു അടിവളമൊക്കെ ആയിട്ട് നമ്മൾ ജൈവ രീതിയിലും നമ്മളൊരു സ്പ്രേ വഴി കുറച്ച് 19 അതുപോലെ തന്നെ 13-00-45 ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇംഗ്ലീഷ് വളമായിട്ട്. അത് മാത്രമേ ഇംഗ്ലീഷ് വളമായിട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കീടനാശിനിയായിട്ടൊന്നും അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. നമ്മൾ ജൈവ രീതിയിലുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമ്മൾ പച്ചക്കറിയൊക്കെ. കോവിഡ് കാലത്തെ ജോലി നഷ്ടമാണ് ബിജേഷിനെ കൃഷിയിലേക്ക് എത്തിച്ചത്. തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി എന്നിവ വിജയകരമായി വിളയിച്ച ബിജേഷിന് ഈ വർഷത്തെ മികച്ച യുവകർഷകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൃഷിക്ക് വീട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ബിജേഷ് പറഞ്ഞു. നമ്മളെ മണത്തല ചാവക്കാട് പ്രാവശ്യം ഓണം പ്രയോഗിച്ചിട്ട് നമ്മൾ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. വാടാർമല്ലി ഒരു 4 കളറും ചെണ്ടുമല്ലി ഒരു 2 കളറും ഉണ്ട്, ഓറഞ്ചും മഞ്ഞയും. നല്ല സൈസിലാണ് പൂവൊക്കെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും തോട്ടത്തിൽ വന്ന് നേരിട്ടിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു. ഇവിടെ വെച്ചിട്ട് തന്നെ സെയിൽ ചെയ്യും രാവിലെയും വൈകിട്ടും. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ഈ പൂപരിപാലനം പ്രദേശവാസികൾക്കിടയിലും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കണ്ണിനു കുളിർമയും മനസ്സിന് സമാധാനവും നൽകി കാർത്തികേയന്റെ മുളക് കൃഷി.
പുന്നൂർക്കുളം പഞ്ചായത്ത് ശ്മശാനത്തിന്റെ മതിൽക്കെട്ടിനകത്താണ് ജീവനക്കാരനായ കാർത്തികേയൻ മുളക് കൃഷി നടത്തിയത്. ഇത് 2ാം വർഷമാണ് ഇവിടെ മുളക് കൃഷി നടത്തുന്നത്. 3 വർഷമായി പുന്നൂർക്കുളം പഞ്ചായത്തിലെ വാതക ശ്മശാന ജീവനക്കാരനാണ് ഇദ്ദേഹം. ആദ്യം വിത്ത് വാങ്ങിയായിരുന്നു കൃഷി ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ തന്റെ തോട്ടത്തിലെ മുളക് വിത്താക്കിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വിവിധ ഇനം മുളകുകളാണ് ഇവിടെ സുലഭമായി ഉണ്ടായി നിൽക്കുന്നത്. വിളവെടുത്ത മുളക് ഹരിതകർമ്മസേന അംഗങ്ങൾക്കും പരിസരവാസികൾക്കും നൽകുകയാണ് പതിവ്. വലുതും ചെറുതുമായ ചട്ടികളിലാണ് തൈകൾ വളർത്തുന്നത്. ചാണക പൗഡറാണ് വളമായി ഉപയോഗിക്കുന്നത്. ചട്ടിയിൽ നിറയ്ക്കാൻ മണ്ണടക്കം ചാക്കിൽ കൊണ്ടുവന്നാണ് ഇയാൾ കൃഷി ചെയ്യുന്നത്. ഒഴിവു സമയങ്ങളിൽ പരിസര ശുചീകരണവും മുളക് കൃഷിയിലും ആനന്ദം കണ്ടെത്തുകയാണ് കാർത്തികേയൻ. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചക്കരക്കിഴങ്ങ് കൃഷി നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശി കട്ടേക്കാട്ട് കാർത്തികേയൻ. മിളക് തന്നെ ഒരു ട്രിപ്പിന് 150 മിളക്, അതുപോലെ 150 വഴുതന, 150 വെണ്ട, ഡ്രൈ അടക്കം മേടിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തിരും. വളം നമ്മുടെ ചാണകപ്പൊടിയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം. കോട്ടപ്പടി പിള്ളക്കാട് എഴിക്കോട്ടയിൽ അബ്ദുൾ സലീമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സലീം വിദേശത്താണ്. ഭാര്യ ഫൗസിയ കഴിഞ്ഞ തിങ്കളാഴ്ച സഹോദരിയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. ഇന്ന് വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരകളും മേശകളും തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. നേർച്ചപ്പെട്ടിയിലുണ്ടായിരുന്ന പണം മാത്രമാണ് നഷ്ടപ്പെട്ടത്. ഏകദേശം 2000 രൂപയോളം ഉണ്ടാകാമെന്ന് വീട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാസങ്ങൾക്ക് മുമ്പ് മേഖലയിലെ 3 വീടുകളിലും സ്ഥാപനങ്ങളിലും മോഷണം നടന്നിരുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വാഹനങ്ങളുടെ ബാറ്ററി മോഷണം പോകുന്നത് തുടർക്കഥയാകുന്നു. നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും രാത്രികാലങ്ങളിൽ ബാറ്ററികൾ മോഷണം പോകുന്നത് നിത്യസംഭവമായി മാറുന്നു. ആളൂർ തിരുത്തി, ആളൂർ മനറോഡ്, മറ്റം ഗ്രൗണ്ടിന് സമീപം എന്നിവിടങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി 3 വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം പോയത്. കഴിഞ്ഞ ദിവസം മേഖലയിലെ കിഴക്കാളൂർ മടപ്പറമ്പ് ക്ഷേത്ര മൈതാനിയിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററികളും മോഷണം പോയിരുന്നു. ആളൂർ തിരുത്തിയിൽ ചൂണ്ടപുരയ്ക്കൽ ജയാനന്ദന്റെ ഉടമസ്ഥതയിലുള്ള KL 46D 9118 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ടിപ്പർ ലോറിയുടെയും മനറോഡിൽ കല്ലായി ശിവദാസന്റെ ഉടമസ്ഥതയിലുള്ള KL 53B 2774 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള മിനി ഗുഡ്സ് വാഹനത്തിന്റെയും മറ്റം ഗ്രൗണ്ടിന് സമീപം നിർത്തിയിട്ടിരുന്ന മറ്റം സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള KL 48 AX 9118 രജിസ്ട്രേഷൻ നമ്പറിലുള്ള മിനി ഗുഡ്സ് വാഹനത്തിന്റെയും ബാറ്ററികളാണ് മോഷണം പോയത്. വാഹനങ്ങളിൽ ഘടിപ്പിച്ച ബാറ്ററികളുടെ നട്ടും ബോൾട്ടും അഴിച്ചെടുത്താണ് മോഷ്ടാക്കൾ ബാറ്ററികൾ കൊണ്ടുപോയിട്ടുള്ളത്. ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെ നിത്യേനയെന്നോണം വാഹനങ്ങളിലെ ബാറ്ററികൾ മാത്രം മോഷണം പോകുന്നതിന് പിന്നിൽ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവരാണോ മോഷ്ടാക്കൾ എന്ന സംശയം നാട്ടുകാർക്കുണ്ട്. മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്ത പ്രദേശങ്ങൾ നോക്കിയാണ് ബാറ്ററികൾ മോഷണം പോകുന്നത്. മോഷണം തുടർക്കഥയാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയോടെയുള്ള അന്വേഷണവും ശക്തമായ രാത്രികാല പട്രോളിംഗും ഉണ്ടാകണമെന്ന് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ലിയ ജോജോ പറഞ്ഞു. KK സൺസിൻ്റെ 3 ബാറ്ററി പോയതായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കൂടി നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ രാത്രികാല പെട്രോളിങ് അടിയന്തരമായിട്ട് ഈ ഏരിയയിൽ ശക്തമാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന പറയുന്നതിനോടൊപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നൊരു സ്ഥലമാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഊർജിതമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരാഴ്ചക്കിടെ ആളൂർ മേഖലയിൽ നിന്ന് 5ലേറെ വാഹനങ്ങളുടെ ബാറ്ററികളാണ് മോഷ്ടാക്കൾ കവർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരിയന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നും വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം പോയിരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനം നടത്തുന്ന ജോസ് വാഹനം റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു. രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് ബാറ്ററി മോഷണം പോയ വിവരമറിഞ്ഞത്. സംഭവത്തിൽ ജോസ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. മോഷണങ്ങൾ തുടർക്കഥയാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകണമെന്ന് പഞ്ചായത്തംഗം ആൻലി ജിബിയും പറഞ്ഞു. മറ്റം പ്രദേശത്ത് വ്യാപകമായിട്ട് വണ്ടികളുടെ ബാറ്ററി മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടൊരു ഒരാഴ്ചക്കിടെ ഏകദേശം 15 വാഹനങ്ങളുടെ ബാറ്ററികളാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്ന് മാത്രം മോഷണം പോയത്. മൃഗാശുപത്രിയിലെ മൃഗവിസർജ്യ മാലിന്യം കുടിവെള്ള ടാങ്കിന് സമീപത്തേക്ക് കോരി ഒഴിച്ചതായി ആക്ഷേപം.
കുമ്മായമിട്ട് തടിത്തപ്പാൻ ശ്രമമെന്ന് പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കുന്നംകുളം അഞ്ഞൂർക്കുന്നിലെ മൃഗാശുപത്രി ജീവനക്കാർ മൃഗവിസർജ്ജ മാലിന്യങ്ങൾ പൊതുകുടിവെള്ള ടാങ്കിനും ഗ്രാമീണ വായനശാലയ്ക്കും സമീപത്തേക്ക് കോരിയൊഴിച്ചതായാണ് പരാതി. ശക്തമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പ്രധാന ടാങ്കും അഞ്ഞൂർക്കുന്ന് ഗ്രാമീണ വായനശാല കെട്ടിടവും സ്ഥിതി ചെയ്യുന്ന വളപ്പിലേക്കാണ് മൃഗാശുപത്രിയിലെ വിസർജ്ജ മാലിന്യങ്ങൾ ജീവനക്കാർ തള്ളിയത്. മൃഗങ്ങളെ ചികിത്സയ്ക്കെത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ കൂമ്പാരമാണ് അധികൃതർ ജനവാസ മേഖലയോട് ചേർന്ന് ഒഴുക്കിവിട്ടത്. ദുർഗന്ധം സഹിക്കാനാവാതെ പ്രദേശവാസികൾ സംഘടിച്ചെത്തി ചോദ്യം ചെയ്തതോടെ മാലിന്യത്തിന് മുകളിൽ കുമ്മായം വാരി വിതറി തടിതപ്പാനുള്ള ശ്രമത്തിലായിരുന്നു ആശുപത്രി ജീവനക്കാരെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മുഴുവൻ ഗ്രാമവാസികളും ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ്സിന് തൊട്ടടുത്ത് മാലിന്യം തള്ളിയത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗപകർച്ചയ്ക്കും കാരണമാകുമെന്ന ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. ശുചിത്വ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കുടിവെള്ള സ്രോതസ് മലിനമാക്കാൻ ശ്രമിച്ച ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. SNDP യോഗം കുന്നംകുളം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരസഭ ടൗൺഹാളിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞം സമാപിച്ചു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. ബാല്യകാലത്ത് തന്റെ മുത്തശ്ശി ദൈവദശകം ചൊല്ലി പഠിപ്പിച്ച ഓർമ്മ ജീവിതത്തിൽ ഗുരുവിനെ അറിയാൻ പ്രേരിതമായി എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വളരെ ചെറുതില് ഞാൻ കേട്ടു വന്നൊരു പ്രാർത്ഥനയായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് എന്തിനാണ് അമ്മ എന്നും ഇങ്ങനെ ചൊല്ലുന്നത് എന്നുള്ളത്. ശരിക്കും എൻ്റെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് അമ്മമ്മയുടെ വാക്കുകളിൽ നിന്നാണ് തുടക്കത്തിൽ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. SNDP യോഗം കുന്നംകുളം യൂണിയൻ സെക്രട്ടറി PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഓർത്തോ സർജൻ ഡോക്ടർ പ്രേംകുമാർ നയിച്ച മോട്ടിവേഷൻ ക്ലാസുമുണ്ടായി. സ്വാമിനി നിത്യ ചിന്മയി ശ്രീനാരായണ ദർശനങ്ങൾ കുടുംബജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. കോട്ടയം തൃപ്പാദജയം അവതരിപ്പിച്ച ഭജൻസ് ഉണ്ടായി. തന്ത്രി വിനു മഹോദയ പൂജാതി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. SSLC+2 ഉന്നത വിജയം നേടിയ കുന്നംകുളം യൂണിയനിലെ മുഴുവൻ കുട്ടികൾക്കും അനുമോദന സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. കോതോട്ട് ബാബു കവിതാ ദമ്പതികളുടെ അകാലത്തിൽ പൊലിഞ്ഞ മകൻ കാർത്തികിന്റെ സ്മരണാർത്ഥമാണ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകിയത്. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് KM സുകുമാരൻ, ഡയറക്ടർ ചന്ദ്രൻ കിളിയമ്പറമ്പിൽ, കൗൺസിലർമാരായ EV ശങ്കരനാരായണൻ, അനിൽ മൂത്തേടത്ത്, CK ശശി, VA മോഹനൻ, വനിതാ സംഘം പ്രസിഡന്റ് പത്മജ മോഹനൻ, സെക്രട്ടറി അനില P നാരായണൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ തൊഴിലാളി തസ്തിക വർദ്ധിപ്പിക്കണമെന്ന് തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഗുരുവായൂർ യൂണിറ്റ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നഗരസഭ വിപുലീകരിച്ചതിനു ശേഷം തസ്തിക വർധന ഉണ്ടായിട്ടില്ലെന്നും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. AKG സദനത്തിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, യൂണിറ്റ് സെക്രട്ടറി P ബ്രിജേഷ്, ജോയിന്റ് സെക്രട്ടറി TA ഷജീർ, യൂണിയൻ ജില്ലാ സെക്രട്ടറി KM സുനിൽ, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, VV നിർമ്മല, PA സുമ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണിൽ പൊന്നുവിളയിച്ച് നാടിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന അന്നദാതാക്കൾക്ക് ആദരം അർപ്പിച്ച് നാടെങ്ങും കർഷക ദിനാചരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൃഷിഭവനുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ മികച്ച കർഷകരെ ആദരിക്കുകയും കൃഷിരംഗത്തെ സംഭാവനകൾ അനുസ്മരിക്കുകയും ചെയ്തു. കർഷകരുടെ പ്രയത്നത്തിന് സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും അർപ്പിച്ച കർഷക ദിനാചരണത്തിന്റെ വിശേഷങ്ങളിലേക്ക്. പുന്നിരക്കുളത്ത് നടന്ന കാർഷിക ദിനാചരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു മുഖ്യാതിഥിയായി. പുന്നിരക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിയുടെ അധ്യക്ഷതയിൽ കർഷകരെ ആദരിക്കലും വിവിധ കലാപരിപാടികളും പ്രദേശത്തെ കർഷകർ ഉണ്ടാക്കിയ നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള ചായ സൽക്കാരവുമുണ്ടായി. പുന്നിരക്കുളം കൃഷിഭവൻ ഓഫീസർ നൈമ നൌഷാദ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചാവക്കാട് ADA സബീന പരീദ് പദ്ധതി വിശദീകരണം നടത്തി. പുന്നിരക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KP ധർമ്മൻ, CC ജയന്തി, KH ആബിദ്,
ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അബൂബക്കർ കുന്നങ്കാട്ടയിൽ, വി അപ്പു മാസ്റ്റർ, ഷാനിഫ അബ്ദുൽ കരീം, സുബൈദ പാലക്കൽ, ലതിക തുളസിദാസ് തുടങ്ങിയവരും, പഞ്ചായത്ത് സെക്രട്ടറി വിമൽ കെ വിൽസൺ, CDS ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, പുന്നൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ തുടങ്ങിയ പഞ്ചായത്ത് മെമ്പർമാരും പരൂർ പടവ്, ചെമ്മണ്ണൂർ താഴം, ചെറായി, ഈച്ചി, ഭട്ടതിരി, കുണ്ടൻകോൾ, ചിമ്മിനിത്താഴം പാടശേഖര സമിതി ഭാരവാഹികൾ, പുന്നൂർക്കുളം പഞ്ചായത്ത് കാർഷിക സൗജന്യ വൈദ്യുതി ഗുണഭോക്തൃ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആത്മ ട്രെയിനിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത 28 പേർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കർഷക ദിനാഘോഷ പരിപാടിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തവർക്ക് പച്ചക്കറി തൈകളും വിത്തുകളും വിതരണം ചെയ്തു. പുന്നൂർക്കുളം കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ ഷിജില നന്ദി പറഞ്ഞു. കണപ്പയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന കാർഷിക ദിനാചരണം KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CV ജോയ് അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, ഭരണസമിതി അംഗങ്ങളായ ശശി പൂവത്ത്, ഉണ്ണികൃഷ്ണൻ, മുത്തു നാലകത്ത്, ഷീബ സൈമൺ, ശ്രീകല ശങ്കരനാരായണൻ, ഫാത്തിമ കുഞ്ഞുമണി, വിലാസിനി മോഹൻ, സുമയ തൗഹീദ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി നസീർ MM നന്ദി പറഞ്ഞു. യോഗത്തിൽ ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മികച്ച കർഷകരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ AV വിജിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജി സോമൻ, പ്രബിത ബാലകൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാചരണം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VK ദാസൻ, VV തിലകൻ, നിവ്യ റനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, കൃഷി ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, കൃഷി അസിസ്റ്റന്റ് K അജീഷ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി ഭാരവാഹികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന കർഷകൻ KC ജോസ്, കർഷക തൊഴിലാളി EK ഫ്രാൻസിസ്, മികച്ച നെൽകർഷകൻ PK പ്രമോദ്, മികച്ച കേര കർഷകൻ KP സുധാകരൻ, മികച്ച വനിതാ കർഷക VV രമാദേവി, മികച്ച സമ്മിശ്ര കർഷകൻ സുജിത് മാധവൻ, മികച്ച ജൈവ കർഷക ടെസി തോമസ്, മികച്ച പട്ടികജാതി കർഷകൻ MK അപ്പു, മികച്ച ക്ഷീര കർഷകൻ VA ശരത്, മികച്ച വിദ്യാർത്ഥി കർഷക ഏഞ്ചലിന മരിയാസിൻഡോ, മികച്ച സംഘകൃഷി നന്മ JLG കൈരളി കുടുംബശ്രീ, മികച്ച സ്ഥാപനം മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് സ്കൂൾ, പ്രോത്സാഹന സമ്മാനം MV വിവേക്, ഐശ്വര്യ രഞ്ജിത്ത് എന്നിവരെ ചടങ്ങിൽ MLA ആദരിച്ചു. കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ കാർഷിക മത്സരങ്ങൾ, കാർഷിക ക്വിസ് മത്സരം, കലാപരിപാടികൾ എന്നിവയും നടന്നു. മണ്ണിനോടും കൃഷിയോടുമുള്ള ഇഷ്ടം ചെറുപ്രായത്തിലെ ഹൃദയത്തിൽ ചേർത്തുവെച്ച കൊരട്ടിക്കര GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി NV നിഹാലിന് കടവല്ലൂർ പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള ആദരം. പഠനത്തിനൊപ്പം കൃഷിയിലും കൈവച്ച് പച്ചക്കറികളും വിവിധ വിളകളും വിജയകരമായി വളർത്തിയെടുത്താണ് നിഹാൽ ശ്രദ്ധേയനായത്. കൃഷിയോടുള്ള താൽപ്പര്യത്തിനോടൊപ്പം കഠിനാധ്വാനവും പരിചരണവും ചേർന്നപ്പോൾ മണ്ണിൽ നിന്ന് നല്ല വിളവുകളും ഈ കൊച്ചു കർഷകന്റെ കൈകളിലെത്തി. ചെറുപ്രായത്തിൽ തന്നെ കാർഷിക സംസ്കാരത്തിന്റെ വഴിയിലൂടെ മുന്നേറുന്ന നിഹാലിന്റെ നേട്ടം മറ്റു വിദ്യാർത്ഥികൾക്കും പ്രചോദനമാണ്. കൊരട്ടിക്കര സ്വദേശികളായ നജീബ്, മോൻഷാഹിന ദമ്പതികളുടെ മകനാണ് നിഹാൽ. കൃഷിയെ വെറുമൊരു വിനോദമായി കാണാതെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ നിഹാലിനെ അധ്യാപകരും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും അഭിനന്ദിച്ചു. നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ദിനാചരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V അനൂപ്, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, AT ഹംസ, കൌൺസിലർമാരായ ബഷീർ പൂക്കോട്, ശോഭ ഹരിനാരായണൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദ്, കൃഷി ഓഫീസർമാരായ S ശശീന്ദ്ര, VC റെജീന തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയുടെയും ഗുരുവായൂർ, തൈക്കാട്, പൂക്കോട് കൃഷിഭവനുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആചരണം സംഘടിപ്പിച്ചത്. എളവള്ളി പഞ്ചായത്തിൽ കർഷക ദിനം ആചരിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, എളവള്ളി പഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതികൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാചരണം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് മുഖ്യാതിഥിയായി.
ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KT ലിംസൺ, പഞ്ചായത്ത് അംഗങ്ങളായ രാജി മണികണ്ഠൻ, പ്രസാദ് വാഗ, എളവള്ളി ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ KP രാജു, RA അബ്ദുൾ ഹക്കീം, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, ജലനിധി പ്രസിഡന്റ് CF രാജൻ, മുല്ലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബെറ്റ്സി മെറീന ജോൺ, കൃഷി ഓഫീസർ NT ഫ്രെഡി, TC മോഹനൻ, TD സുനിൽ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കർഷകൻ KT കുഞ്ഞുമറീദ്, ക്ഷീര കർഷകൻ T ശശിധരൻ, ജൈവ സമ്മിശ്ര കർഷകൻ സുബിരാജ് തോമസ്, പച്ചക്കറി കർഷകൻ MR നന്ദൻ, പട്ടികജാതി കർഷക മാലതി വേലായുധൻ, വിദ്യാർത്ഥി കർഷക ജിസ്മി EX, യുവ കർഷകൻ K സനൽ, നെൽകർഷകൻ P ശിവശങ്കരൻ, വനിതാ കർഷക മേഴ്സി ഷാജു, കർഷക തൊഴിലാളി KV ബാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മധുരക്കിഴങ്ങ് കൃഷിയുടെ തൈകൾ MLA കുടുംബശ്രീ പ്രവർത്തകർക്ക് കൈമാറി. കർഷക ദിനത്തിന്റെ ഭാഗമായി വിവിധ കാർഷിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പരിപാടിക്ക് മാറ്റുകൂട്ടി. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിൽ ഗുരുവായൂർ നിയോജകമണ്ഡലം MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ച് കർഷകരെ ആദരിച്ചു. വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദ് പദ്ധതി വിശദീകരണം നടത്തി. സമ്മിശ്ര കർഷകൻ മുസ്തഫ അരിക്കാട്ടയിൽ, ജൈവ കർഷകൻ AK സലീംകുമാർ, കർഷക തൊഴിലാളി വേലായുധൻ പേങ്ങാട്ടയിൽ, വാഴ കർഷകൻ റസാഖ് നാലകത്ത്, വനിതാ കർഷക ലൈല വീട്ടിപ്പറമ്പിൽ, യുവ കർഷക MJ അൻവിയ മേലിട്ട്, വിദ്യാർത്ഥി കർഷകൻ ആരോൺ ബൈജു പുറത്തൂർ, ഹൈടെക് കർഷകൻ അബ്ദുൾ റഷീദ് വൈശ്യം വീട്ടിൽ, കേര കർഷകൻ ശിവദാസൻ നായർ പങ്ങാട്ടയിൽ, SC/ST കർഷകൻ ഭാസ്കരൻ കൂളിയാട്ട്, മുതിർന്ന കർഷക പ്രകാശിനി ഓടാട്ട്, മികച്ച സ്കൂൾ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ വൈലത്തൂർ എന്നീ വിഭാഗങ്ങളിലാണ് കർഷക ദിന പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ MJ മേരി, പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ ബിനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീജ മൊയ്തുണ്ണി, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ K ശ്രീരാഗ് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ JS രജനി നന്ദിയും പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തും കൃഷിഭവനും സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി ആചരിച്ച കർഷക ദിനാചരണം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്തൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് MLA പഞ്ചായത്തിലെ മികച്ച നെൽകർഷകൻ അബ്ദുൾ ഐക്യപാടത്ത്, സമ്മിശ്ര കർഷകൻ മുസ്തഫ അന്തനിക്കൽ, വനിതാ കർഷക രാജി ദിനേഷ് കുമാർ കരിപ്പാൽ, ജൈവ കർഷകൻ കൃഷ്ണൻ നമ്പൂതിരി, SSC കർഷക ശാരദ ഊരുപറമ്പിൽ, കർഷക തൊഴിലാളി മണി കിഴക്കൂട്ടയിൽ, മുതിർന്ന കർഷകൻ ശശികുമാർ, ക്ഷീരകർഷകൻ സുനിൽകുമാർ, മികച്ച വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുത്ത കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി KN നിഹാൽ എന്നിവരെ പൊന്നാടയും പ്രശസ്തിപത്രവും മൊമന്റവും കാർഷിക ഉപകരണങ്ങളും നൽകി ആദരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AP ബിന്ദു, പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവനുകളും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങ് കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം കൃഷി ഓഫീസർ N ജയൻ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർ ഷാജിജു, കൗൺസിലർമാരായ AS ശ്രീജിത്ത്, ഗീത ശശി, റീജ സലിൽ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവൻ പരിധിയിൽ വിവിധ വിഭാഗത്തിൽ മികച്ച കൃഷിരീതികൾ അവലംബിച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കുകയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കർഷകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് സ്വാഗതവും ആർത്താറ്റ് കൃഷി ഓഫീസർ K സ്വേഗ ആന്റണി നന്ദിയും പറഞ്ഞു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച കർഷകരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ EV അനഘ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ UV ഗിരീഷ്, സുഗിജ സുമേഷ്, PA ഉണ്ണികൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ V ആന്റോപോൾ, പഞ്ചായത്ത് മെമ്പർ PN വിഷയകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PS പ്രസാദ്, ഷറഫു പന്നിത്തടം, ജനു വെള്ളറക്കാട്, ജോൺസൺ മാസ്റ്റർ, MS ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ നടന്ന ദിനാചരണത്തിൽ
ഈ വർഷത്തെ മികച്ച ജൈവ കർഷകനായി തിരഞ്ഞെടുത്ത PC റെജിമോനെ ആദരിച്ചു. ജൈവകൃഷിയുടെ പ്രാധാന്യം കുട്ടികളിലും സമൂഹത്തിലും എത്തിക്കുക, കർഷകരെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക സംസ്കാരത്തോടുള്ള ആദരവ് വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഇടവക ട്രസ്റ്റി ജസ്റ്റിൻ പോൾ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സന്ധ്യ സജിത്, സ്കൂൾ ബോർഡ് അംഗങ്ങളായ മേഴ്സി ടീച്ചർ, ജിജി ജോയ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ലൈനു, അഫ്സൽ VK എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയിൽ കർഷകരെ ആദരിച്ചു. നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിലെ മികച്ച സേവനങ്ങളെയും സംഭാവനകളെയും മുൻനിർത്തി വിവിധ കർഷകരെ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, KH സലാം എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, നഗരസഭാ കൌൺസിലർ ജോയ്സ് ടീച്ചർ, ചാവക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ്, കൃഷി ഫീൽഡ് ഓഫീസർ S ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകമ്പൽ പഞ്ചായത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് മികച്ച കർഷകർക്കായി പഞ്ചായത്ത് തലത്തിൽ നൽകിയ പുരസ്കാരത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് BJP പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. പാർട്ടി അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്ന രീതിയിൽ നിന്നും മാറി അർഹതപ്പെട്ടവർക്ക് അവാർഡ് ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് MN അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പർ പ്രദീപ് കുന്നത്ത് ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അരുൺ ഗഗനൻ, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സാജു PK, പഞ്ചായത്ത് ഭാരവാഹികളായ MC ബിജു, ബിനോജ് വാഴപ്പുള്ളി, അജീഷ് പെങ്ങാമുക്ക് എന്നിവർ നേതൃത്വം നൽകി. മറ്റം സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം KK ജോസഫ് നിർവഹിച്ചു. അക്കാദമി പ്രസിഡന്റ് ജസ്റ്റിൻ കാക്കശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായി. വിവിധ കായിക സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. പൂക്കള മത്സരം, പായസം കുടിക്കൽ മത്സരം, വടംവലി, ഉറിയടി, വീരനാട്യം, തിരുവാതിരക്കളി, മലയാളി മങ്ക, കസേരകളി, പെനാൽറ്റി ഷൂട്ടൌട്ട് എന്നിവയായിരുന്നു പ്രധാന മത്സരങ്ങൾ. വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. പ്രസാദ്, ഷിജോ, ബിനു തോമസ്, ജെബിൻ, ശ്രീജേഷ്, സന്തോഷ് ഇമ്മട്ടി, MJ ജോസ്, ജിയ, ജെസി, അരുൺ ഘോഷ്, ജയൻ പാണ്ഡ്യത്ത്, അദ്വിത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രദേശവാസികളും അക്കാദമി അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. കുനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡറേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സഹകരണ ഓണ വിപണിക്ക് തുടക്കമായി. ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഓണവിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ അധ്യക്ഷനായി. മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, ചൂണ്ടൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ശിവരാമൻ, മിനി രാജേഷ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, ബാങ്ക് സെക്രട്ടറി KJ ബിജു, ബാങ്ക് ഡയറക്ടർ PC രതീഷ്, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി KP അജിത് എന്നിവർ സംസാരിച്ചു. ഓണവിപണിയുടെ ഭാഗമായി നിത്യോപയോഗ സാധനങ്ങൾ വൻ വിലക്കുറവിൽ സ്റ്റോറിൽ വിൽപ്പന നടത്തുന്നതാണ്. ബാങ്കിന്റെ ബ്രാഞ്ചുകളായ തൂവാനൂർ, ചൂണ്ടൽ, ചൊവ്വലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും സഹകരണ ഓണവിപണി 19-ാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണം സഹകരണ വിപണി കരിയന്നൂർ സെന്ററിൽ ആരംഭിച്ചു. കുന്നംകുളം കാർഷിക ഭൂപണയ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CG ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ NK കബീർ, മീന ശലമോൻ, ഡയറക്ടർമാരായ MA ഉസ്മാൻ, KR രാധിക, രഘു കരിയന്നൂർ, സെക്രട്ടറി സുനിത ജോഷി എന്നിവർ പങ്കെടുത്തു. YMCA തൃശൂർ സബ് റീജിയന്റെ 2026-2028 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുന്നംകുളം YMCA രക്ഷാധികാരിയും മാർത്തോമ സഭ ഡൽഹി ഭദ്രാസനാധിപനുമായ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം തിരുമേനിക്ക് നൽകിയ സ്വീകരണ സമ്മേളനവും കുന്നംകുളം YMCA ഹാളിൽ നടന്നു. ഞായറാഴ്ച വൈകിട്ട് 4:30 ആരംഭിച്ച സമ്മേളനം YMCA കേരള റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറൂക്കി അധ്യക്ഷത വഹിച്ചു.
കുന്നംകുളം YMCA സെക്രട്ടറി ജോഷി തരകന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ കുന്നംകുളം YMCA പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് മാർത്തോമാ സഭ ഡൽഹി ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സബ് റീജിയണിലെ YMCA യൂണിറ്റുകൾക്ക് എവർ റോളിംഗ് ട്രോഫികൾ നൽകി ആദരിക്കുകയും മുൻ സബ് റീജിയൺ ഭാരവാഹികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേരള റീജിയൺ സെക്രട്ടറി പ്രിൻസ്ലി വിപിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങു നടന്നു. നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KM തോമസ് പുതിയ ഭാരവാഹികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള റീജിയൺ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ചെയർമാൻ റെജി വി മാത്യു സംസാരിച്ചു. തൃശൂർ സബ് റീജിയന്റെ പുതിയ ചെയർമാനായി ചുമതലയേറ്റ ജോബിൻസ് പീറ്റർ ടി മറുപടി പ്രസംഗം നടത്തുകയും പുതിയ പ്രവർത്തന വർഷത്തെ പ്രതിജ്ഞാബദ്ധത അറിയിക്കുകയും ചെയ്തു. സബ് റീജിയൻ ജനറൽ കൺവീനർ ജോസ് നെല്ലങ്കര ചടങ്ങിന് നന്ദി പറഞ്ഞു. YMCAയുടെ വിവിധ റീജിയണൽ ഭാരവാഹികളും സഭാ നേതാക്കളും അംഗങ്ങളും പങ്കെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ അങ്കണവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വൈസ് പ്രസിഡന്റ് CK സുദീപ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VV തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, ഗംഗാധരൻ മാസ്റ്റർ, ICDS ഓർഡർ ഷേർലി M ജോർജ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം വിവിധ കലാപരിപാടികളും ഓണക്കളികളും ആഘോഷത്തിന് മാറ്റേകി. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കുനമുച്ചിയിലെ 23 നമ്പർ കലാ അങ്കണവാടിയിൽ രാവിലെ 10 ആരംഭിച്ച ഓണാഘോഷ പരിപാടി ഉച്ചതിരിഞ്ഞ് 4:30 സമാപിച്ചു. അങ്കണവാടി അധ്യാപകരായ മിനി ജയൻ, KK ജയന്തി, CV ഷീന എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ ഗജപൂജ, ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ക്ഷേത്ര നടക്കാവ് കരിങ്കൽ വിരിച്ച് മോടി പിടിപ്പിച്ചതിന്റെ ഉദ്ഘാടനം എന്നിവ നടന്നു. പുതുവത്സര ദിനമായ ചിങ്ങം 1 രാവിലെ ക്ഷേത്രം തന്ത്രിയുടെ പ്രതിനിധി കീഴ്മുണ്ടയൂർ സുമോദ് നമ്പൂതിരി, മേൽശാന്തി കോഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നടക്കാവ് കരിങ്കൽ വിരിക്കുന്നതിന്റെ 1ാം ഘട്ടം 10 ലക്ഷം രൂപ ചെലവ് ചെയ്ത് പണി പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത്. ശംഖുവിളിയുടെയും കേളികൊട്ടിന്റെയും അകമ്പടിയോടെ ആനയൂട്ടിനെത്തിയ നെറ്റിപ്പട്ടം കെട്ടിയ ഗജരാജൻ നെടുമങ്ങാവ് മണികണ്ഠനെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചാണ് നടക്കാവ് കരിങ്കൽ വിരിച്ചതിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഗജപൂജയ്ക്ക് ശേഷം നടന്ന ആനയൂട്ടിൽ മേൽശാന്തി കരിവീരന് ആദ്യ ഉരുള നൽകി. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും പഴങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുളകളും നൽകി. പുതുവത്സരത്തിനെ എതിരേറ്റുകൊണ്ട് 30 തിങ്കളാഴ്ചയിലെ ക്ഷേത്രദർശനത്തിനും ഉച്ചയ്ക്കു നടന്ന അന്നദാനത്തിനും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രം ഭാരവാഹികളായ ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, C ഹരിദാസ്, E പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ മമ്മിയൂരിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് 4 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. തച്ചിലത്ത് ദേവദാസിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പാമ്പിനെ കണ്ടത്. ഇന്നലെ രാത്രി വീടിന് പരിസരത്ത് നിന്ന് പാമ്പ് ചീറ്റുന്ന ശബ്ദം കേട്ടിരുന്നു. അയൽവാസികളും ഇക്കാര്യം ദേവദാസിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ കിണറ്റിൽ നോക്കിയപ്പോഴാണ് വെള്ളത്തിൽ മൂർഖനെ കണ്ടത്. മോട്ടോർ പമ്പ് സെറ്റ് കിണറ്റിലേക്ക് ഇറക്കുന്നതിനുള്ള പൊത്തിലൂടെയാകാം പാമ്പ് കിണറ്റിൽ വീണതെന്നാണ് കരുതുന്നത്. പൂച്ചകളെ കണ്ട് ഭയന്ന പാമ്പ് രക്ഷപ്പെടുന്നതിനിടെ കിണറ്റിൽ വീണതാകാമെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. പുന്നൂർക്കുളം പഞ്ചായത്തിലെ വാതക ശ്മശാനം പണി മുടക്കിയതോടെ ദുരിതത്തിലായി നാട്ടുകാർ. പ്രശ്നപരിഹാരത്തിന് ആത്മാർത്ഥമായ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തം. മേഖലയിലാകെ ഉണ്ടായിരുന്ന പൊതുശ്മശാനമായിരുന്നു പുന്നേർക്കുളത്തേത്. 2 ദിവസം മുൻപാണ് ഫാൻ തകരാറിലായതിനെ തുടർന്ന് ശ്മശാന പ്രവർത്തനം നിലച്ചത്. തകരാർ പരിഹരിക്കുന്നതിന് അധികൃതരോട് വിവരം അറിയിച്ചതനുസരിച്ച് തിങ്കളാഴ്ച എത്തും എന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത്. പുന്നേർക്കുളം, പുന്നയൂർ, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഏക ആശ്രയമായിരുന്നു ഈ ശ്മശാനം. പുന്നയൂരും വടക്കേക്കാടും ശ്മശാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പുന്നയൂർ വാതക ശ്മശാനം തകരാർ പരിഹരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. വടക്കേക്കാട് പഞ്ചായത്തിൽ ഒച്ചയിഴയും വേഗതയിലാണ് ശ്മശാനത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇതിനാൽ 3 പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ വാതക ശ്മശാനമാണ്. ഇത് സ്ഥിരം പണിമുടക്കിയതോടെ ജനങ്ങൾ ഗുരുവായൂരിലെ കോട്ടപ്പടി ക്രിമിറ്റോറിയത്തെ മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് 3 ശ്മശാനങ്ങളും തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനയോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം.
കുനുമുച്ചി ഗ്രാമീണ വായനശാല കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലും ഫോക്സ് ഒപ്റ്റിക്കലുമായി സഹകരിച്ച് വായനശാല ഹാളിൽ സംഘടിപ്പിച്ച തിമിര നിർണയ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ അധ്യക്ഷനായി. വായനശാല ഭാരവാഹികളായ ജോമി ജോൺസൺ, റോഫി റാഫേൽ, KL ലിസി, തോമസ് കുനമൂച്ചി, ബൈജു പുലിക്കോട്ടിൽ, മോളി ഇട്ടിയച്ചൻ എന്നിവർ സംസാരിച്ചു. 100-ലേറെ പേർ സൗജന്യ ക്യാമ്പിലെത്തി പരിശോധനകൾ നടത്തിയതിൽ 7 പേർക്ക് തിമിരം സ്ഥിരീകരിക്കുകയും തുടർ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കുകയും ചെയ്തു. വിപണി 102 വർഷങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും കൈമുതലാക്കിയ തെക്കേക്കര ജ്വല്ലറി ഗ്രൂപ്പ് ചിങ്ങം 1 ശുഭദിനത്തിൽ മറ്റൊരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. സ്ത്രീകളുടെ അലങ്കാര സങ്കല്പങ്ങൾക്ക് പുതുമയും വൈവിധ്യവും സമ്മാനിക്കുന്ന മൂക്കുത്തികളുടെ വിപുലവും വിശാലവുമായ കളക്ഷനുകളുമായി പാരമ്പര്യത്തിന്റെ തിളക്കവും ആധുനിക ഡിസൈനുകളുടെ ഭംഗിയും ഒരുമിക്കുന്ന മൂക്കുത്തിക്കട നാടിന് സമർപ്പിച്ചു. സിൽവർ മൂക്കുത്തി കളക്ഷന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. ഭാഗ്യോത്സവം 2026 എന്ന പേരിൽ ഉദ്ഘാടന ദിവസം സ്ഥാപനം സന്ദർശിച്ചവരിൽ നിന്ന് ഭാഗ്യശാലികളായ 10 പേരെ നറുക്കെട്ടെടുത്ത് മൂക്കുത്തികൾ സമ്മാനിച്ചു. ഭാഗ്യോത്സവം 2026ന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, കൌൺസിലറും BJP പാർലമെന്ററി പാർട്ടി നേതാവുമായ ശ്രീജിത്ത് ആവേൻ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, തെക്കേക്കര മൂക്കുത്തിക്കട മാനേജിംഗ് ഡയറക്ടർ ഷോബി ജിനാഷ്, തെക്കേക്കര സിൽവർ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ തോമസ് തെക്കേക്കര, ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കേക്കര സിൽവർ ജ്വല്ലറിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരിന്റെ ആദ്യാക്ഷരമോ ലോഗോയോ വെച്ച് കസ്റ്റം മൂക്കുത്തി നിർമ്മിച്ചു നൽകുന്നു. ദിവസേന ധരിക്കാവുന്ന വെറൈറ്റി മോഡലുകൾ, സമ്മാനമായി നൽകാൻ അനുയോജ്യമായ കസ്റ്റം മൂക്കുത്തികൾ, പ്രീമിയം ഡിസൈനുകളും ലഭ്യമാണ്. തെക്കേക്കര സിൽവർ ജ്വല്ലറി, TK കൃഷ്ണൻ റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം. നേരത്തെ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് സ്ഥാപനത്തിന്റെ കൂദാശ നടന്നിരുന്നു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് സഹകാർമ്മികനായി. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയ്ക്ക് തിങ്കളാഴ്ച തുടക്കമായി. ബാങ്ക് ഹെഡ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ നിർവഹിച്ചു. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ചന്ത സംഘടിപ്പിക്കുന്നത്. ചന്തയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ടോക്കൺ വിതരണം ആരംഭിച്ചതായി ബാങ്ക് അധികൃതർ അറിയിച്ചു. വിപണി കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മറ്റം സെന്ററിൽ നമ്പഴിക്കാട് കുറീസ് ആൻഡ് ചിറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചു. പൊന്നിൻ ചിങ്ങമാസാരംഭത്തിൽ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച നമ്പഴിക്കാട് കുറീസ് ആൻഡ് ചിറ്റ്സിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. നമ്പഴിക്കാട് കുറീസ് ആൻഡ് ചിറ്റ്സ് ചെയർമാൻ CL തോമസ് അധ്യക്ഷനായി. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ സ്ഥാപനത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റം യൂണിറ്റ് പ്രസിഡന്റ് PV തോമസ്, കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ KV ഗിരീഷ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ VK വിജില, നമ്പഴിക്കാട് കുറീസ് ആൻഡ് ചിറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ KK ജോസഫ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ CF വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. മാസം തോറും 10,000 രൂപ വെച്ച് 5 ലക്ഷം രൂപ, 5,000 രൂപ വെച്ച് 2.5 ലക്ഷം, 3,000 രൂപ മാസം തോറും അടച്ച് 1.5 ലക്ഷം, മാസത്തവണ 4,000-ൽ 2,40,000, മാസത്തവണ 7,500 രൂപയിൽ 3 ലക്ഷവും നമ്പഴിക്കാട് കുറീസ് ആൻഡ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5 മാസക്കുറികൾ ഉടൻ ആരംഭിക്കുന്നു. സ്ഥാപനത്തിന്റെ വിലാസം നമ്പഴിക്കാട് കുറീസ് ആൻഡ് ചിറ്റ്സ്, മറ്റം.
പുന്നയൂർ സർവീസ് സഹകരണ ബാങ്കും കൺസ്യൂമർ ഫെഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണവിപണി ബാങ്ക് പ്രസിഡന്റ് പി.കെ. ഹസൻ ഉദ്ഘാടനം ചെയ്തു. എടക്കഴിയൂർ അതിർത്തി കിഴക്കുഭാഗത്തുള്ള ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I.P. രാജേന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M.V. ഹൈദരാലി, ബാങ്ക് ഡയറക്ടർമാരായ ബൽക്കിസ്, ഖാലിദ്, സലിം കുന്നമ്പത്ത്, ഷാജഹാൻ ബി.ടി., ബിന്ദു സുരേന്ദ്രൻ, അഞ്ജന പൂവത്ത്, പാർവതി, പഞ്ചായത്ത് മെമ്പർ വീരാൻകുട്ടി, പുന്നയൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ R.V. മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, പുന്നയൂർ പഞ്ചായത്ത് മെമ്പർമാരായ സീനത്ത്, നസീറ അഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബൈദ പാലക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K.K. ഷുക്കൂർ, C.V. സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സബ്സിഡിയോടെ വലിയ കിറ്റ് 1575 രൂപ നിരക്കിലും ചെറിയ കിറ്റ് 1000 രൂപയ്ക്കും ബാങ്കിന്റെ എടക്കഴിയൂർ, എടക്കര, മന്ദലാംകുന്ന് ബ്രാഞ്ചുകളിലൂടെ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം: പുന്നയൂർക്കുളം കുന്നത്തൂർ എള്ളൂരക്കായിൽ താമസിക്കുന്ന താണിശ്ശേരി ശ്രീധരൻ നിര്യാതനായി 90 വയസ്സായിരുന്നു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS സുരേഷിന്റെ പിതാവാണ് പരേതൻ. സംസ്കാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടത്തി. പരേതയായ തങ്കയാണ് ഭാര്യ. ശിവൻ, ഉണ്ണികൃഷ്ണൻ, പരേതനായ ചന്ദ്രൻ, മണികണ്ഠൻ, മനോജ് എന്നിവർ മറ്റു മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാവർട്ടിയിൽ മാതാവിനെ മകൻ വെട്ടിക്കൊന്നു. തരകൻ വീട്ടിൽ ഡോളി ചെറിയാനാണ് മകന്റെ വെട്ടേറ്റു മരിച്ചത്. 71 വയസ്സാണ്. ദാരുണ സംഭവം പാവർട്ടി കുണ്ടുവക്കടവ് റോഡിൽ. പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ളയാളെന്ന് പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓണക്കാലത്ത് പരിശോധന ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുകാൻ അനുവദിക്കില്ലെന്നും തൂഫാനിൽ കള്ളക്കളി കളിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി. കാത്തിരിപ്പിനൊടുവിൽ ഓണക്കാലത്തിന്റെ കാഹളമൂതി ചിങ്ങം 1. പ്രകൃതിയും മലയാളി മനസ്സും ഒരുപോലെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഓണാഘോഷങ്ങളിലേക്ക് നാട്. പുതുപ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഒരു പുതുവർഷത്തിന് തുടക്കമാകുമ്പോൾ ആവേശത്തോടെ മലയാളക്കര. പന്നിത്തടത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാറേമ്പാടം സ്വദേശി 25 വയസ്സുള്ള അദിനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.